കൊല്ലുക, കൊല്ലപ്പെടുക. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 111-ാമത്തെ വചനം എന്താ പറയുന്നത്? ഖുർആൻ പറയുന്ന ഈ യുദ്ധവും കൊള്ളയും കൊലയും കൊല്ലപ്പെടലും ഒക്കെ ഈ കാലഘട്ടത്തിൽ അനുയോജ്യമാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. കാലഘട്ടത്തിനനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടുന്ന നിയമങ്ങൾ ഇന്നും 6-ാം നൂറ്റാണ്ടിനെ മാത്രം ബേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. കുറച്ച് വർഷങ്ങൾ അവർ വെറുതെ ഇരിക്കും ഹമാസ്. അത് കഴിഞ്ഞ് അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടും. അവർക്ക് പണം ആവശ്യമുള്ള സമയത്തൊക്കെ അവർ കുട്ടികളുടെ രക്തം ചിന്തും, സ്ത്രീകളെ പരിചകളാക്കും, സ്ത്രീകളെ കൊലയ്ക്കു കൊടുക്കും. ഈ രീതി അവസാനിപ്പിക്കണം എന്ന് മൊസാബ് ഹസൻ CNN പറയാണ് പബ്ലിക്കാണ്. ഹമാസിന്റെ പ്രവർത്തന മേഖലകളിൽ വലിയ കെണികൾ ഒളിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ കെണികൾ സ്ഥാപിച്ചിട്ടുള്ള ഗാസയിലേക്ക് പോകേണ്ടി വന്ന ഇസ്രായേലിനോട് എനിക്ക് സഹതാപമുണ്ട് എന്ന് മൊസാബ് പറഞ്ഞു. മനസ്സിലായ? അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പണം മുഖ്യമാണ്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ജാതി വെറിയും ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവ ഗുണമാണ്. ഹമാസിനെ ഇല്ലാതാക്കാൻ എത്ര ഇസ്രായേൽ സൈനികർ മരിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല എന്ന് മൊസാബ് പറയുന്നു. കാരണം നെതന്യാഹുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേലിന് സമാധാനമുള്ള പുലരികൾ ഉണ്ടാകണമെങ്കിൽ, ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ യുദ്ധഭീതികളില്ലാതെ മിസൈൽ ആക്രമണങ്ങളെയും റോക്കറ്റ് വിക്ഷേപണങ്ങളെയും ഭയക്കാതെ കിടന്നുറങ്ങാൻ സാധിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതായി മതിയാകും. എന്നാണോ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നത് അന്ന് ലോകത്ത് സമാധാനം പുലരുമെന്നും, എന്നാണോ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് അന്ന് ഇസ്രായേൽ ഇല്ലാതാകുമെന്നും പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. CNN മാത്രമല്ല, ഹമാസ് നേതാവിന്റെ മകനായ മൊസാബ് ഹസൻ യൂസഫ് ഒരുപാട് മാധ്യമങ്ങൾക്ക് നിരന്നു നിന്ന് അഭിമുഖം കൊടുത്തു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാരെക്കാൾ 100 മടങ്ങ് അപകടകാരിയാണ് ഹമാസ് ഭീകരർ എന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മൊസാബ് പറഞ്ഞു. ഇസ്രായേൽ പലസ്തീൻ മേഖലയിൽ ഹമാസ് ഉണ്ടാക്കിയ വിഭജനവും ആഗോളതലത്തിൽ അവരുണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാകും. അവർ പ്രാകൃതം കൊണ്ടും ക്രൂരത കൊണ്ടും സമാനതകളില്ലാത്തവരാണ്. ഹമാസ് ഒരു മതപ്രസ്ഥാനമാണ്. അവർ ഇസ്രായേലിനെതിരെ തിരിയുന്ന സമയത്ത് തീവ്ര മതപ്രസ്ഥാനമായി മാറുന്നു. മറ്റ് സകലമാന തീവ്രവാദ രാഷ്ട്രങ്ങളും സംഘടനകളും അവരെ താങ്ങി നിർത്താൻ മുന്നിലുണ്ടാകും. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതൊക്കെ തുറന്നു പറയാൻ കഴിയില്ല. അവർക്ക് മതമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുമുണ്ട്. ഒരു രാജ്യത്തെ ജനതയെയും ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഹമാസ്. അവർ അമുസ്ലിങ്ങളാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, ഖുർആനിന്റെ കൽപ്പന പ്രകാരം ഈ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് ഹമാസ് തീരുമാനിക്കുന്നു, ഐസിസ് തീരുമാനിക്കുന്നു, അൽ ഖ്വയ്ദ തീരുമാനിക്കുന്നു, ലഷ്കർ ഇ ത്വയ്ബ തീരുമാനിക്കുന്നു. അഭിമുഖത്തില് ആ ജൂത ജനതയിൽ നിന്നും അവര് തുടങ്ങിയെന്നും ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യലാണ് അവരുടെ ലക്ഷ്യമെന്നും പറയുന്നത് ഹമാസ് നേതാവിന്റെ മകനാണ്. ഹമാസിനെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടേണ്ടത് ഓരോ മനുഷ്യ മനസാക്ഷിയുടെയും ലക്ഷ്യമാണ് എന്ന് പറയുന്നത് ഹമാസ് നേതാവിന്റെ മകനാണ്. ഹമാസിന് ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ പദവി ഒരിക്കലും നൽകാൻ സാധിക്കില്ല. എന്താണ് ഹമാസ്? ഹമാസിന്റെ പ്രവർത്തന മേഖലകൾ എന്താണ്? അവരുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെയാണ് അവരുടെ പ്രവൃത്തികൾ എന്ന് കണ്ടറിഞ്ഞു വളർന്നു വന്ന ഒരു വ്യക്തിയാണ് മൊസാബ് ഹസൻ യൂസഫ്, അദ്ദേഹത്തിന്റെ പിതാവിലൂടെ. എന്നിട്ട് അദ്ദേഹം തന്നെ ഹമാസിന്റെ ഇത്തരം പ്രവൃത്തിയെ കുറിച്ച് പബ്ലിക്കായിട്ടുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയുമ്പോൾ കേരളത്തിലെ ചില ആളുകൾക്ക് മാത്രം എന്താലേ ഹമാസ് പോരാളികളാണ്. അപ്പോ രാഷ്ട്രീയ അതിർവരമ്പുകളിൽ ഹമാസിന് വിശ്വാസമില്ല.
ഹമാസിന് രാഷ്ട്രമോ രാഷ്ട്രീയമോ പ്രശ്നമല്ല, അവരുടെ പ്രശ്നം മതമാണ്. ഒരു വംശത്തോടും ഒരു രാജ്യത്തോടും അവർക്ക് കടുത്ത വെറുപ്പാണ്. അവർ അമുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടത് മുസ്ലിങ്ങളെ മാത്രമാണ്. എങ്ങനത്തെ മുസ്ലിങ്ങളെ? ഇസ്ലാം മതത്തെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റുന്ന മുസ്ലിങ്ങളെ മാത്രമേ ഹമാസിന് വേണ്ടൂ. ഹമാസിനെ വേരോടെ പിഴുതെറിയാനും അതിന്റെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യാനും ഇസ്രായേലിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ് ഹമാസ് നേതാവിന്റെ മകനായ ഹസൻ യൂസഫ്. അതായത് ഈ വലിയ പാമ്പിന്റെ തല ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലോ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലോ ആയാലും ശരി, അവിടെ എത്തി ആ തല വെട്ടിയെടുത്തെറിയണം. വാല് പിന്നാലെ ചത്തുകൊള്ളും. അങ്ങനെ മാത്രമേ ഈ പ്രസ്ഥാനത്തെ വേരോടെ പിഴുതെറിയാൻ കഴിയൂ എന്ന് പറയുന്നത് മുസാബ് ഹസൻ യൂസഫാണ്. അതെ, ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ തീവ്രവാദ സ്വഭാവം ഒരു കാലത്തും ഇവരെ വിട്ടു പോകില്ല എന്ന് മാത്രമല്ല, നശീകരണ സ്വഭാവമാണ് ഇവരുടെ മുഖമുദ്ര. ഇവർക്ക് വേണ്ടത് എല്ലാം ഇല്ലാതാകണം, എല്ലാരെയും അവസാനിപ്പിക്കണം. അമുസ്ലിങ്ങൾ ഈ ഭൂമുഖത്ത് വേണ്ട, അവരെന്ന് തീരുമാനിക്കുവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇസ്രായേലിന്റെ ഇതിഹാസചാരനായ എലി കോഹനെ കുറിച്ച്? സിറിയയിൽ അദ്ദേഹത്തെ പിടികൂടിയ ദിവസം അദ്ദേഹം അയച്ച ഒരു അവസാനത്തെ ഒരു സന്ദേശമുണ്ടായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റിലേക്ക് നയിച്ചതിന്റെ പുതിയ വിവരങ്ങളും മൊസാദിന്റെ മേധാവിയായ ഡേവിഡ് ബാർണിയെ ആണ് ഇത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറയുന്നത്. മൊസാദിന്റെ ഏറ്റവും മികച്ച മറ്റൊരു ഏജന്റുമാരിൽ ഒരാളായിരുന്നു എലി കോഹൻ. അതുപോലെ ഹെർസ്ലിയയിലെ പുതിയ എലി കോഹൻ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് നടന്ന പരിപാടിയിൽ ബാർണിയ വ്യക്തമായും എന്താണ് ഇസ്രായേൽ എന്നും ഇസ്രായേലിന്റെ ചാരന്മാർ ഏത് രൂപത്തിലാണ് രൂപപ്പെടുന്നതെന്നും അവർക്ക് ആ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും എന്താണെന്നും പറഞ്ഞിരുന്നു. കോഹന്റെ പോരാട്ട വീര്യവും ധൈര്യവും മൂല്യങ്ങളും സമർപ്പണവും ആ രാജ്യത്തോടുള്ള അർപ്പണ ബോധത്തെക്കുറിച്ചുമൊക്കെ ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങൾക്കും ഓർമ്മിപ്പിക്കുകയാണ് ബാർണിയ. ഇന്നും അദ്ദേഹം വലിയ പ്രചോദനമാണ് നൽകുന്നത് എന്നും അവർ പറഞ്ഞു. 1967 6 ദിവസത്തെ യുദ്ധം, ഇസ്രായേലും 6 അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള യുദ്ധം, അതിനു മുമ്പുള്ള വർഷങ്ങളില് സിറിയയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ വരെ കോഹൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയ വലിയ വിജയത്തിന് അദ്ദേഹം ഇസ്രായേലിലേക്ക് അയച്ച വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. 1965 അദ്ദേഹത്തെ പിടികൂടി ഡമസ്കസിൽ തൂക്കിലേറ്റി. അപ്പോഴും അദ്ദേഹത്തെ പിടികൂടിയതിന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വിവാദമായി. തുടർച്ചയായി ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചകളായി. മൊസാദിന്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ കോഹൻ പരാജയപ്പെട്ടു എന്ന് ദിവസവും ഒരേ സമയം തന്നെ നിരവധി സന്ദേശങ്ങൾ അയക്കാൻ ശ്രമിച്ചെന്നും ഇത് സിറിയക്കാരുടെ ശ്രദ്ധയിൽപ്പെടാൻ കാരണമായെന്നും ചിലർ ആരോപിച്ച് രംഗത്ത് വന്നു. മറ്റു ചിലര് കോഹന്റെ മേലുദ്യോഗസ്ഥരെയാണ് കുറ്റപ്പെടുത്തിയത്. പുതിയ വിവരങ്ങൾ നൽകുന്നതിന് കോഹന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നും ഇത് അദ്ദേഹത്തെ പിടികൂടുന്നതിലേക്ക് നയിച്ചെന്നും ആരോപണം ഉയർന്നു. കാരണം സാഹസികതയിലേക്ക് പോയി അദ്ദേഹം. എലി കോഹൻ പിടിക്കപ്പെട്ടത് അദ്ദേഹം കൂടുതൽ സന്ദേശങ്ങൾ അയച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മൊസാദിന്റെ ആസ്ഥാനത്ത് നിന്നുള്ള സമ്മർദ്ദം മൂലമോ അല്ല. എലി കോഹൻ പിടിക്കപ്പെട്ടത് അദ്ദേഹം ശ്രദ്ധയോടെ മെസ്സേജ് അയക്കുന്നത് ശത്രുക്കൾ കണ്ടെത്തിയത് കൊണ്ടാണ്. അതായത് പിന്നീട് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം തന്നെ കണ്ടെത്തുന്ന വിവരമാണ്. 1965 ജനുവരി 19 പിടിക്കപ്പെട്ട ദിവസം കോഹൻ അയച്ച അവസാനത്തെ മെസ്സേജിന്റെ ഉള്ളടക്കവും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്.
കോഹന്റെ അവസാനത്തെ റിപ്പോർട്ട് അന്നത്തെ പ്രസിഡന്റ് അമീൻ അൽ ഹഫീസിന്റെ പങ്കാളിത്തത്തോടെ സിറിയൻ ജനറൽ സ്റ്റാഫിൽ നടന്ന ഒരു ചർച്ചയെ കുറിച്ചിട്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചാര സംഘടനകളിൽ ഒന്നായ മൊസാദ് രൂപപ്പെട്ടതിന് പിന്നിൽ ഒരുപാട് ത്യാഗത്തിന്റെ കഥയുണ്ട്. ഒരുപാട് രക്തം ചിന്തിയിട്ടുണ്ട്. ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. എതിരാളികളുടെ കിടപ്പറയിൽ പോലും നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ പകർത്തിയെടുക്കാൻ, ചോർത്തിയെടുക്കാൻ കഴിവുള്ള ഇസ്രായേലി ചാര സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ചാരനായിരുന്നു എലി കോഹൻ. നമ്മുടെ നാട്ടിലുമുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ. എലി കോഹനെ സിറിയ തൂക്കിക്കൊന്നല്ലോ. വിധി നടപ്പാക്കിയ ശേഷവും കോഹന്റെ മൃതദേഹം